ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നിങ്ങളെല്ലാവരും കോറിലേഷൻ എന്നുള്ള ലെസൺ ഒക്കെ പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. കോറിലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് നമ്മൾ പഠിക്കുക റിഗ്രഷൻ അനാലിസിസ് ആണ്. കോറിലേഷനായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു ചാപ്റ്ററാണ് റിഗ്രഷൻ. കോറിലേഷനിൽ നമുക്കറിയാം 2 വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മൾ കോറിലേഷനിൽ പഠിച്ചേക്കുന്നത്. റിഗ്രഷനിലെ ആ റിലേഷൻഷിപ്പിൻ്റെ നേച്ചർ എന്താണ് ഈ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്നാണ് റിഗ്രഷനിൽ നമ്മൾ പഠിക്കുക. നമുക്ക് കുറച്ച് റിയൽ ലൈഫ് എക്സാമ്പിൾസ് നിന്ന് മനസ്സിലാക്കാം എന്താണ് റിഗ്രഷൻ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയാണ് ചോറ് വയ്ക്കുക എല്ലാ ദിവസവും, അല്ലേ? അപ്പോൾ നിങ്ങൾ വീട്ടിൽ അച്ഛനും അമ്മയും 2 മക്കളുള്ള വീടാണെങ്കിൽ അമ്മയ്ക്കറിയാം എത്ര നാഴി അരി ഇടണം ഈ 4 ആൾക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ളത്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം നിങ്ങളുടെ അമ്മ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ ചോറ് വയ്ക്കുന്നു. ചിലപ്പോൾ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരാം, ഒരു 5 ആൾ വരാം, അല്ലെങ്കിൽ ഒരു 6 ആൾ വരാം, അല്ല ഒരു വിശേഷ ദിവസം ഒരു 8 ആളോ 10 ആളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് അറിയാം എത്ര അരി ഇടണം ഈ 8 ആൾ ഭക്ഷണം കഴിക്കാമെന്നുള്ളത്, അല്ലേ? അവിടെ നിങ്ങളുടെ അമ്മ എന്താ ചെയ്യുന്നത്? അമ്മയുടെ എക്സ്പീരിയൻസിന് അമ്മയ്ക്കറിയാം 8 ആൾ വരുമ്പോൾ എത്ര നാഴി അരി ഇടുന്നത് പ്രെഡിക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു ചിക്കൻ സെൻറ്റർ ഉണ്ട് വിചാരിക്കും. അപ്പോൾ നമുക്കറിയാം മീനൊക്കെ നാട്ടിൽ നല്ല വിലയാണ്. ചാള കിട്ടണമെങ്കിൽ പോലും നിങ്ങൾക്ക് 240 രൂപയ്ക്ക് കൊടുക്കണം. അങ്ങനെ ഫിഷിനൊക്കെ നല്ല പ്രൈസ് കൂടണം. ചിക്കന് നമ്മൾ യൂഷ്വലി 90 റുപ്പീസ്, 95 അല്ലെങ്കിൽ 110, 114 വരെയൊക്കെ റീസെൻ്റ്ലി നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ അറിയാം ചിക്കൻ്റെ പ്രൈസ് ഇങ്ങനെ വേരി ചെയ്യുമ്പോൾ ആൾക്കാരിലുള്ള എത്ര ആൾക്കാർ വരും വാങ്ങിക്കാന്നുള്ളതൊക്കെ അറിയാം. പെട്ടെന്ന് ചിക്കൻ്റെ പ്രൈസ് 60 റുപ്പീസായി എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനെ അറിയില്ലേ 60 റുപ്പീസ് ആകുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ കൂടുതൽ വരും ഈ ചിക്കൻ വാങ്ങിക്കാന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടും അവിടെ എന്താ ചെയ്യുന്നത്? അയാൾക്ക് അയാളുടെ ലൈഫ് എക്സ്പീരിയൻസിന് പ്രിഡിക്റ്റ് ചെയ്യാൻ അറിയാം എത്ര ഡിമാൻഡ് ഉണ്ടാവും ഈ ചിക്കൻ്റെ പ്രൈസ് കുറയുമ്പോൾ എന്നുള്ളത്. ഈ ആൾക്കാർ ആരും റിഗ്രഷൻ പഠിച്ചിട്ടല്ല അവരെന്ത് ചെയ്യണത്? ഈ എസ്റ്റിമേഷനോ പ്രഡിക്ഷൻ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ബിസിനസ്സിൽ വലിയ കാര്യങ്ങളും ഒരുപാട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വി നീഡ് ടു ഹാവ് സം കൈൻഡ് ഓഫ് knowledge regarding the regression analysis. Now let us move into the theoretical aspects of regression analysis. The term regression was first used by Sir Francis Galton in 1877. 1877 സർ ഫ്രാൻസിസ് ഗാൽട്ടൺ ആണ് റിഗ്രഷൻ എന്നുള്ള ടേം യൂസ് ചെയ്ത് തന്നെ. റിഗ്രഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടു ഗോ ബാക്ക്, അല്ലെങ്കിൽ തിരിച്ചു വരിക എന്നുള്ളൊരു അർത്ഥമാണ്. ദ ആക്ട് ഓഫ് റിട്ടേണിങ് ഓർ ഗോയിങ് ബാക്ക് എന്നാണ് ആ ടേമിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്കിനി നോക്കാം എന്തിനാണ് നമ്മൾ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ഏതൊരു കുട്ടിക്കും ചോദിച്ചാൽ പറയാൻ കിട്ടണം എന്തിനാണ് റിഗ്രഷൻ നമ്മൾ ചെയ്യണത്. Prediction or estimation is one of the major problems in almost all spheres of human activity. The estimation or prediction of future production, consumption, prices, investment, sales, profit, income, etc. are of paramount importance to a businessman or an economist. ഒരു ബിസിനസ് നടത്തുന്ന ആൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലേ? എപ്പോഴാണ് ഡിമാൻഡ് കൂടുക, പ്രൈസ് കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ഡിമാൻഡ് കൂടുക എന്ന് ആൾക്കറിയണം. ഏതൊക്കെ സിറ്റുവേഷനിലാണ് സെയിൽസ് കൂടുക കുറയുക, അതുപോലെ ഭാവിയിൽ പ്രോഫിറ്റ് കൂടാനാണോ കുറയാനാണോ സാധ്യത, അല്ലേ? ഇപ്പം നമ്മൾ കണ്ടു കൊറോണയൊക്കെ വന്നിട്ടുള്ള ഈ സിറ്റുവേഷനിൽ ഇക്കണോമിക് ആക്ടിവിറ്റി കുറവാണ്, പ്രൊഡക്ഷൻ കുറവാണ്, ആൾക്കാരുടെ കയ്യിലുള്ള ഇൻകം വരുമാനം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് കുറവാണ്, അല്ലേ? ബിസിനസ് നടത്തുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര് ഇതിൽ ബാഡ്ലി ഇഫക്റ്റഡ് ആണ്. കടകളിലാണെങ്കിൽ കച്ചവടമില്ല, ആൾക്കാർ ബെയർ നെസസിറ്റീസ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാൻ കടകളിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യണം എന്തായിരിക്കണം ഇനി ഞങ്ങളുടെ ഭാവി എന്നുള്ളത്. അപ്പോൾ ബിസിനസ് നടത്തുന്ന ആൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, അയാൾക്ക് എപ്പോഴും പ്രഡിക്ഷൻ അത്യാവശ്യമാണ്. അയാളുടെ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ എന്തായാലും, ആൾക്കാരുടെ കൺസംഷൻ എന്തായിരിക്കും, അല്ലേ? നമ്മൾ ആരെങ്കിലും കടയിൽ പോയിട്ട് പണ്ട് വാങ്ങിച്ചിരുന്ന ഈ ഒരു മാർച്ചിന് ശേഷം നമ്മൾ മുമ്പ് ഡ്രസ്സ് വാങ്ങിച്ചിരുന്ന അളവിലാണോ ഡ്രസ്സായാലും കോസ്മെറ്റിക്സ് ആയാലും നമ്മുടെ ലേഡീസിൻ്റെ ആക്സസറീസ് ആയാലും ആൺകുട്ടികളായാലും ഷൂസ് വാങ്ങിക്കുന്നത് ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കൺസംഷൻ കൂടുകയാണോ കുറയാണ്?
അപ്പോൾ ബിസിനസ്സുകാരന് അയാളുടെ പ്രൊഡക്ഷൻ, അയാളുടെ കൺസെപ്ഷൻ, അയാളുടെ പ്രൈസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, ആൾക്കാർക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണോ? നമുക്കറിയാം ഈ കൊറോണ ബാധിച്ച സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയാണ്. എന്നാൽ പോലും ഇൻഷുറൻസ് സെക്ടറിൽ വളരെ ഒരു വർധന ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ആൾക്കാർക്കൊക്കെ അവരെ ജീവൻ തന്നെ പോകുമെന്ന്, നഷ്ടപ്പെടുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് അത്തരം ലൈഫ് ഇൻഷുറൻസ് പോളിസീസും ബാക്കിയുള്ള പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് പ്രൊഡക്ട്സിന് നല്ല സെയിൽ ഉണ്ടായിട്ടുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ. എല്ലാവർക്കും ഈ പ്രഡിക്ഷൻ ലൈഫിൽ വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ റിഗ്രഷൻ അനാലിസിസ് വൺ ഓഫ് ദി വെരി സയൻറ്റിഫിക് ടെക്നിക് ഫോർ മേക്കിംഗ് സച്ച് പ്രഡിക്ഷൻസ്. നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിന് കുറേ കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ അറിയാം അല്ലേ. മെയ് മാസം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മഴ വരുമെന്നറിയാം. അപ്പോൾ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കൊക്കെ അവരുടെ ചെറിയ നോളജ് വെച്ചിട്ട് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ റെയിനി സീസണിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിട്ടുള്ള അംബ്രല്ലയോ റെയിൻ കോട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ, ഡെയിലി വെയർ ചപ്പൽസ്, ആരും ലെതർ ചെരുപ്പൊന്നും ആ സമയത്ത് വാങ്ങിക്കില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ സെയിൽസ് കൂടുന്നറിയാം. അതവിടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് അറിയണതാണ്. പക്ഷേ ഒരു ബിസിനസ്മാന് റിഗ്രഷൻ ടെക്നിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ്. അത് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. Now let us see the definition of regression. Regression means the estimation or prediction of the unknown value of one variable from the known value of other variable. എന്താണ് prediction of unknown value? നമുക്കൊരു വാല്യൂ അറിയില്ല, ഓക്കെ, ഓഫ് വൺ വേരിയബിൾ ഫ്രം ദി നോൺ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. ഇവിടെയും നിങ്ങൾ കോറിലേഷനിൽ പഠിച്ച പോലെ രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ടാവും. എക്സും ഉണ്ടാവും, വൈ ഉണ്ടാവും അല്ലേ. കോറിലേഷൻ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും റിലേഷൻഷിപ്പാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എക്സിനും വൈക്കും എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പാണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2y ആണോ? എക്സ് ഇസിക്വൽ ടു 2y ആണെങ്കിൽ നമുക്കറിയാം. ഒരു എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ വൈ നമുക്കറിയാമെന്ന് വിചാരിക്കും. അപ്പോൾ വൈനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എക്സും വൈയും തമ്മിൽ? അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 5y ആണോ? എക്സ് ഈക്വൽ ടു 100y ആണോ? അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ്. ഈ സിമ്പിളായിട്ടുള്ള ഇക്വേഷനെല്ലാം റിഗ്രഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുക ഇത്തിരി കൂടി ബുദ്ധിമുട്ട്. ഞാൻ മനസ്സിലാവാൻ പറയുന്നത് ഇത്തരത്തിലുള്ള എന്ത് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പാണ് ഈ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ളതെന്നാണ് നമ്മളോട് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെയും രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ പ്രെഡിക്റ്റിംഗ് ദി അൺനോൺ വാല്യൂ. നിങ്ങൾക്ക് എക്സ് അറിയില്ല എന്ന് വിചാരിക്കൂ. എക്സ് അറിയില്ല, അൺനോൺ വേരിയബിൾ ആണെങ്കിൽ വൈ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ വൈ ഉപയോഗിച്ച് നിങ്ങൾ എക്സ് കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് യൂസ് ടു സ്റ്റഡി ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ദാറ്റ് ആർ റിലേറ്റഡ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് അത്. റിലേഷൻഷിപ്പ് ഈ രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതൽ വേരിയബിൾസ്, റിഗ്രഷൻ പറഞ്ഞാൽ രണ്ട് വേരിയബിൾസ് മാത്രം വെച്ചിട്ടല്ല നമ്മൾ പഠിക്കുക. രണ്ടിൽ കൂടുതൽ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കണതിന് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുക. ആ ഡെഫിനിഷൻ പഠിക്കണം. റിഗ്രഷൻ അനാലിസിസ് ഈസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ദി ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ഇൻ ടേംസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ഡേറ്റ. അത് മാത്തമാറ്റിക്കൽ മെഷർ ഓഫ് ആവറേജ് റിലേഷൻഷിപ്പാണ്. ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് ഉണ്ടാവാം ഇൻ ടേംസ് ഓഫ് ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ഡേറ്റ. അപ്പോൾ ഡെഫിനേഷൻ പഠിക്കുക. ഇനി കോറിലേഷനിൽ നമ്മൾ ഒരിക്കലും രണ്ട് വേരിയബിൾസിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നോ പറഞ്ഞിരുന്നില്ല. പക്ഷേ റിഗ്രഷനിലെ വേരിയബിൾസിനെ നമ്മൾ ഈ പേരിലാണ് അറിയപ്പെടുക. ഇൻ റിഗ്രഷൻ അനാലിസിസ് ദർ ആർ 2 types ഓഫ് വേരിയബിൾസ്. ദ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ഓർ ഈസ് ടു ബി പ്രെഡിക്റ്റഡ്. ഇങ്ങനെ മനസ്സിലാക്കുക, ഏത് വേരിയബിളാണോ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്, ഏതാണോ കണ്ടുപിടിക്കേണ്ടത്, അതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ആൻഡ് ദി വേരിയബിൾ which influences the value or used for prediction is called the independent variable. ഏത് ഉപയോഗിച്ചിട്ടാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതാ പ്രഡിക്ഷൻ ഉപയോഗിക്കുന്നത് ഏതാണോ അതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. എക്സ് നിങ്ങൾക്ക് അറിയില്ല, എക്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഈസ് ടു ബി പ്രെഡിക്റ്റഡ്. അപ്പോൾ എക്സ് നമ്മൾ ഏതായിട്ട് എടുക്കുക? ഡിപ്പെൻഡൻ്റ് ആയിട്ട് എടുക്കുക. ആ സിറ്റുവേഷനിൽ വൈയുടെ വാല്യൂ നമുക്കറിയാം, വൈ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വൈനെ എന്തായിട്ട് എടുക്കുക? വൈ ഇൻഡിപെൻഡൻ്റ് ആക്കുക, എക്സ് ഡിപ്പെൻഡൻ്റ് ആക്കുക. ഇനി ടൈപ്സ് ഓഫ് റിഗ്രഷനാണ്. സിമ്പിളും ഉണ്ട്, മൾട്ടിപ്പിളും ഉണ്ട്. അതൊക്കെ കോറിലേഷൻ്റെ പോലെ തന്നെയാണ്. When there are only 2 variables, the regression equation obtained is simple regression equation. രണ്ട് വേരിയബിൾസിനെ പറ്റി മാത്രം നിങ്ങൾ പഠിക്കണമല്ലോ. അതിൻ്റെ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പാണ് പഠിക്കണമെങ്കിൽ നമുക്കതിനെ സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയാം. മൾട്ടിപ്പിൾ റിഗ്രഷനിൽ എന്തുണ്ടാവും? രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാവും. When there are more than 2 variables, we try to find out the effect of 2 or more independent variables on one ഡിപ്പെൻഡൻറ്റ്. ഒരു ഡിപ്പെൻഡൻറ്റ് എക്സ് ഉണ്ട്, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ എക്സ് കണ്ടുപിടിക്കുന്നത് വൈയും സെഡും ഉപയോഗിച്ചിട്ടാണെങ്കിൽ
മനസ്സിലായല്ലോ? എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ആണ് ഡിപ്പെൻഡൻറ്റ്. ഏത് ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്? വൈയും ഉണ്ട് സെഡും ഉണ്ട്. അപ്പോൾ വൈയും സെഡും എന്തായി? ഇൻഡിപെൻഡൻ്റ് ആയി. അപ്പോൾ അങ്ങനത്തെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നതാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. ലെറ്റ് എക്സ് വൈ ആൻഡ് സെഡ് ബി 3 വേരിയബിൾസ്. എക്സ് ആൻഡ് വൈ ബി ദി, ഇവർ ഈ എക്സാമ്പിൾ മാറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. എക്സും വൈയും ആണ് ഇവർ ഇൻഡിപെൻഡൻ്റ് എടുത്തേക്കുന്നത്. സെഡ് ഡിപ്പെൻഡിങ് ഓൺ ദം, അതായത് സെഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വി യൂസ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. ഇപ്പോൾ നോക്കൂ, ഇഫ് ദർ ആർ 3 വേരിയബിൾസ്, ഈൽഡ് ഉണ്ട്, റെയിൻഫോൾ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഈൽഡ് പറഞ്ഞാൽ എന്താ? ഈ പാടത്തൊക്കെ ഉണ്ടാവുന്ന വിളവെടുപ്പാണ്. അപ്പോൾ ആ ഈൽഡ് എന്തിനെ ആശ്രയിച്ചിരിക്കും? മഴേനെയും ടെമ്പറേച്ചറിനെയും ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈൽഡ് കണ്ടുപിടിക്കണം. നമുക്ക് റെയിൻഫോളും ടെമ്പറേച്ചറും ഉണ്ടെങ്കിൽ ഈൽഡിനെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആക്കുക, റെയിൻഫോളിനെയും ടെമ്പറേച്ചറിനെയും ഇൻഡിപെൻഡൻ്റ് ആക്കുക. ഈ ഒരു എക്സാമ്പിൾ നോക്കിയേ. നമുക്ക് പ്രൈസും ഡിമാൻഡും തന്നിട്ടുണ്ട്. പ്രൈസ് 50, 60, 70, 78, 40 ഇങ്ങനെ കൂടുമ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡിലും വ്യത്യാസമുണ്ട് അല്ലേ? 50 രൂപയാകുമ്പോൾ 25 ഡിമാൻഡ്. 60 രൂപയായി കാശ് കൂടുമ്പോൾ എന്താ ഉണ്ടാവുക? ശരിക്ക് ഡിമാൻഡ് കുറയാണ്. പക്ഷെ 40 ഡിമാൻഡായി, പ്രൈസ് കുറഞ്ഞു, അപ്പോൾ ഡിമാൻഡ് 27 എന്ന് കൂടി. ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ എഴുതിയതാണ്. ഇതിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ ആണെന്ന് വിചാരിക്കും. വി ഹാവ് ടു ഫൈൻഡ് വൈ. വൈ കണ്ടുപിടിക്കാൻ നമ്മൾ വൈനെ എന്തായിട്ട് എടുക്കുക? വൈനെ ഡിപ്പെൻഡൻ്റ് വേരിയബിളായിട്ട് എടുക്കുക. എക്സിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് എടുക്കുക. എടുക്കുക മാത്രമേ പഠിക്കുള്ളൂ. ആ ഇക്വേഷനും കാര്യങ്ങളൊക്കെ പിന്നീട് മനസ്സിലാവാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി യൂസ് ദി റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ്. 2 തരത്തിലുള്ള റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ട്. എക്സ് ഓൺ വൈ ഉണ്ട്, വൈ ഓൺ എക്സ് ഉണ്ട്. രണ്ടും 2 രീതിയിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വൈ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുക? വൈ ഓൺ എക്സ്. അടുത്തൊരു എക്സാമ്പിളാണ് അഡ്വർടൈസിങ്ങും സെയിൽസും തന്നിട്ടുണ്ട് അല്ലേ? അഡ്വർടൈസിങ്ങിന് വേണ്ടി നമ്മൾ കുറേ കാശ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ അറിയാം? സെയിൽസ് കൂടും അല്ലേ? ഒരുപാട് തവണ ബൂസ്റ്റ് കണ്ട, ടി വിയിൽ പരസ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു? 1 ബൂസ്റ്റ് വാങ്ങിച്ച് കഴിക്കാൻ തോന്നും. അപ്പോൾ അത് ബിസിനസ്സുകാർക്ക് അറിയണം. അതുകൊണ്ടാണ് അവർ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിന് കൂടുതൽ കാശ് ചിലവാക്കി കഴിഞ്ഞാൽ സെയിൽസ് എന്താവും? കൂടുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ബിസിനസ്സുകാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ റിലേഷൻഷിപ്പൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എക്സ് ആണ് അഡ്വർടൈസിങ്, വൈ ആണ് സെയിൽസ്. എക്സ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കും. അപ്പോൾ എക്സിന് നമ്മൾ എന്തായിട്ട് എടുക്കുക? എക്സ് ഈസ് ടേക്കൺ ആസ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് വൈ ഈസ് ദി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഈ സിറ്റുവേഷനിൽ നമ്മൾ ഏത് റിഗ്രഷൻ ഇക്വേഷൻ ഉപയോഗിക്കുക? എക്സ് ഓൺ വൈ. ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇക്വേഷനൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. ഇനി നേരത്തെ നമ്മൾ 2 ടൈപ്പ് ഓഫ് റിഗ്രഷൻ പഠിച്ചു. സിമ്പിളും പഠിച്ചു, മൾട്ടിപ്പിളും പഠിച്ചു. അതേപോലെ തന്നെയാണ് ഇനി ഇവിടെ ഉള്ളത് ലീനിയറും നോൺ ലീനിയർ റിഗ്രഷൻ. ലീനിയർ കോറിലേഷൻ എന്താണെന്നറിയാം. ഒരു വേരിയബിളിൽ ചേഞ്ച് മറ്റേ വേരിയബിളിൻ്റെ ഒരു പ്രൊപ്പോർഷനേറ്റായിട്ട് വ്യത്യാസം വരുത്തുന്നുണ്ടെങ്കിൽ അതാണ് ലീനിയർ കോറിലേഷൻ. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഓൺ ദ ബേസിസ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ചസ് ഇൻ ദി വേരിയബിൾസ് ദ റിഗ്രഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ. എങ്ങനെയാണ്? പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ച് അനുസരിച്ചിട്ടാണ് നമ്മൾ റിഗ്രഷനെ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് തീരുമാനിക്കുക. If the given bivariate data plotted on a graph, the points so obtained on the scatter diagram will more or less concentrate around a curve. It is called the curve of regression. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കർവ് ഓഫ് റിഗ്രഷൻ നമ്മൾ വീണ്ടും പഠിക്കും. ഇഫ് ദി റിഗ്രഷൻ കർവ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ, വി സേ ദാറ്റ് ദർ ഈസ് ലീനിയർ റിഗ്രഷൻ ബിറ്റ്വീൻ ദി വേരിയബിൾസ് അണ്ടർ സ്റ്റഡി. ഇൻ എ ലീനിയർ റിഗ്രഷൻ, ആ ബ്രാക്കറ്റിലിട്ട് നോക്കൂ, ദ ചേഞ്ച് ഇൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ദ ചേഞ്ച് ഇൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. വാട്ട് ഈസ് ലീനിയർ റിഗ്രഷൻ? ദ ചേഞ്ച് ഇൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് പ്രൊപ്പോർഷനേറ്റ് ടു ദി ചേഞ്ച് ഇൻ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ, ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതേ ചേഞ്ച് എന്തിനേയും ബാധിക്കും? അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും ബാധിക്കും. അപ്പോൾ ഈ 2 വേരിയബിളിൻ്റെയും ചേഞ്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആണെങ്കിൽ അതിനെ നമുക്ക് ലീനിയർ റിഗ്രഷൻ എന്ന് പറയാം. ഇഫ് ദി കർവ് ഓഫ് റിഗ്രഷൻ, അപ്പോൾ അത്ര സിറ്റുവേഷനിൽ റിഗ്രഷൻ കർവ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇഫ് ദി റിഗ്രഷൻ കർവ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ, വി സേ ദാറ്റ് ദർ ഇസ് ലീനിയർ റിഗ്രഷൻ ബിറ്റ്വീൻ ദി വേരിയബിൾസ് അണ്ടർ സ്റ്റഡി. അതിന് തൊട്ട് മുകളിൽ കണ്ടില്ലേ? അപ്പോൾ കർവ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇനി എങ്ങനെയാണ് കർവ് വരയ്ക്കുന്നത് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകണേ ഉള്ളൂ കേട്ടോ. അത് അതിനെപ്പറ്റി അധികം പറയാത്തത്. ദെൻ അടുത്ത സെൻറ്റൻസ്, ഇഫ് ദി കർവ് ഓഫ് റിഗ്രഷൻ ഈസ് നോട്ട് സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഈ റിഗ്രഷൻ കർവ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ, അതായത് എന്താ അതിൻ്റെ അർത്ഥം? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിലുള്ള ചേഞ്ച് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അല്ല. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ കർവ് എന്താവില്ല? സ്ട്രെയിറ്റ് ലൈൻ ആവില്ല.
if the curve of regression is not a straight line, then the regression is termed as curved or non-linear regression. The regression in such case is not first degree. In this case, the dependent variable does not change by a constant amount of change in the independent variable. Independent variable ഉണ്ടാവുന്ന ചേഞ്ചിനനുസരിച്ച് കോൺസ്റ്റൻ്റ് ആയിട്ട് ആയിരിക്കില്ല ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ആ രണ്ട് സെൻറ്റൻസ് ഇത് പഠിക്കുന്നു. ലീനിയർ റിഗ്രഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിന് പ്രൊപ്പോർഷനായിട്ടായിട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാവും, അതും പഠിക്കുക. അങ്ങനെയാണെങ്കിൽ റിഗ്രഷൻ കർവ് സ്ട്രെയിറ്റ് ലൈൻ ആവുമെന്നും പഠിക്കുക. മറ്റേതാണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടല്ല ചേഞ്ച് ഉണ്ടാവുക, റിഗ്രഷൻ കർവ് വിൽ ബി എ കർവ് ആയിരിക്കും, അത് ഇറ്റ് വിൽ നോട്ട് ബി എ സ്ട്രെയിറ്റ് ലൈൻ എന്നും പഠിക്കുക. അത്രയും പഠിക്കുക. ഇനി ഈ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ എന്താണ്, അതിലെ ഇടയിലൊരു ഇക്വേഷനൊക്കെ മനസ്സിലാവണമെങ്കിൽ മൂവ് ടു ദി അടുത്ത ഭാഗം പഠിക്കുമ്പോൾ അതെന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇനി ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിഗ്രഷനിൽ. ഒരു റിഗ്രഷൻ ലൈൻ നമ്മൾ വരയ്ക്കും. ഈ ഗിവൺ ബൈവേരിയറ്റ് ഡാറ്റ ആർ പ്ലോട്ടഡ് ആൻഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് എ സ്കാറ്റർഡ്. എന്താ ഈ ബൈവേരിയറ്റ് ഡാറ്റ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മളിവിടെ റിഗ്രഷൻ ചെയ്യുമ്പോൾ ഒരു എക്സ് വാല്യൂസ് ഉണ്ടാവും, ഒരു വൈ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? വൈ ഉണ്ടാവും. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ നമുക്ക് പ്രൈസിൻ്റെയും ഡിമാൻഡിൻ്റെയും കണ്ടു. നമ്മൾ പ്രൈസ് എക്സ് ആയിട്ട് എടുത്തു, ഡിമാൻഡ് വൈ ആയിട്ട് എടുത്തു. അപ്പോൾ ഈ പ്രൈസ് 50, 60, 70 ഒക്കെ ആകുമ്പോൾ ഡിമാൻഡ് 25, 23, 22 ഒക്കെ ആവേണ്ടി വിചാരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുന്നത്, എക്സും വൈയും രണ്ട് ആക്സിസിൽ ഒരു ഗ്രാഫ് വരച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വൈയുടെ വാല്യൂസ് പോയിൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക ഗ്രാഫിൽ, അല്ലേ? അപ്പോൾ നമുക്കൊരു സിക്സ് ഒക്കെ പോലത്തെ ഒരു കർവാണ് കിട്ടുക, കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അതാണ് ഈ ബൈവേരിയറ്റ് ഡാറ്റ പ്ലോട്ട് എന്ന് പറഞ്ഞത്. എക്സിനെയും വൈനെയും വാല്യൂസ് എടുത്തിട്ട് ഒരു ഗ്രാഫിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു സ്കാറ്റർ ഡയഗ്രാം കിട്ടും. ആ വാല്യൂസൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് എടുക്കുന്നുണ്ടാവുക. ഇഫ് ദ പോയിൻറ്റ്സ് ഓഫ് ദി സ്കാറ്റർ ഡയഗ്രാം കോൺസെൻട്രേറ്റ് അറൗണ്ട് എ സ്ട്രെയിറ്റ് ലൈൻ, ദാറ്റ് ലൈൻ ഇസ് കോൾഡ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ഒന്ന് ഇപ്പുറത്തേക്ക് നോക്കി. ഇപ്പോൾ ഞാൻ ശരിക്കും മാർക്ക് ചെയ്തിട്ടില്ല. എക്സ് ആണ് താഴത്ത് നമ്മൾ ഹൊറിസോണ്ടൽ എടുക്കുക, വൈ മുകളിലെടുത്തു. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ വൈയുടെ വാല്യൂസ് ഇങ്ങനെ പോയിൻ്റ് ഇട്ട് മാർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു സ്കാറ്റർ ഡയഗ്രാം കിട്ടിയെന്ന് വിചാരിക്കും. ഈ സ്കാറ്റർ ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഒരു മാത്തമാറ്റിക് മെത്തേഡൊന്നും യൂസ് ചെയ്യേണ്ട വെറുതെ ഒരു ലൈൻ വരച്ചു. ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, കുറച്ച് പോയിൻറ്റ്സ് മുകളിലും വരണം, കുറച്ച് പോയിൻ്റ് താഴെയും വരണം. ആ രീതിയിലായിരിക്കണം ഞാൻ ലൈൻ വരയ്ക്കുന്നത്. അങ്ങനെ വരയ്ക്കുന്ന ലൈനിനെ പറയുന്ന പേരാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ എന്നുള്ളത്. If the points of the scatter diagram concentrate around a straight line, that line is called line of best fit. ഈ സ്കാറ്റർ ഡയഗ്രാമിൻ്റെ ചുറ്റുപാടും അത് കോൺസെൻട്രേറ്റ് അറൗണ്ട് സ്ട്രേറ്റ്, ഈ സ്ട്രേറ്റ് ലൈന് ചുറ്റുമാണ് ഈ സ്കാറ്റർ ഡയഗ്രാമിലെ പോയിൻ്റ് എങ്കിൽ നമുക്ക് ആ ലൈനെ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയാം. ദാറ്റ് ഇസ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഇസ് ദാറ്റ് ലൈൻ വിച്ച് ഈസ് ക്ലോസർ ടു ദി പോയിൻറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. ഈ സ്കാറ്റർ ഡയഗ്രാമിലെ പോയിൻറ്റിനോട് ക്ലോസ് ചെയ്ത് കിടക്കുന്ന ലൈനാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ഒരിക്കലും എനിക്ക് എൻ്റെ ലൈൻ ഈ എല്ലാ പോയിൻറ്റിൻ്റെയും താഴെ കൊണ്ടിട്ടോ എല്ലാ പോയിൻറ്റിൻ്റെയും മുകളിൽ കൊണ്ടിട്ടോ എനിക്ക് ആ ലൈൻ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്താവില്ല? ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ആവില്ല. എന്താ കാരണം? ഈ എല്ലാ പോയിൻറ്റിൻ്റെയും താഴെ ഞാൻ ലൈൻ വരച്ചു വിചാരിക്കും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റൂ ദ പോയിൻറ്റ് സ്കാറ്റർ അറൗണ്ട് ദി ലൈൻ എന്ന് പറയാൻ പറ്റൂ? ആ ലൈനിൻ്റെ ചുറ്റുമാണ് ആ പോയിൻ്റൊക്കെ ഉള്ളതെന്ന് പറയാൻ പറ്റൂ? പറ്റില്ല. അതുകൊണ്ട് അതെന്ത് ലൈൻ ആവില്ല? ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ആവില്ല. അപ്പോൾ ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഇസ് ദാറ്റ് ലൈൻ വിച്ച് ഈസ് ക്ലോസർ ടു ദി പോയിൻറ്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാമിൻ്റെ പോയിൻറ്റ്സിനോട് അടുത്ത് കിടക്കുന്ന ലൈനിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ലൈനിന് പറയുന്ന വേറൊരു പേരാണ് റിഗ്രഷൻ ലൈൻ. So a regression line is a graphic technique to show the functional relationship between the dependent and independent variable. അപ്പോൾ എന്താ റിഗ്രഷൻ ലൈൻ? അത് നമുക്ക് എന്താ കാണിക്കുന്നത്? അത് നമുക്ക് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഫങ്ഷണൽ റിലേഷൻഷിപ്പ്, ഫങ്ഷനായിട്ടുള്ള ബന്ധം കാണിച്ചു തരും നമ്മുടെ റിഗ്രഷൻ ലൈൻ. ഇറ്റ് ഷോസ് ദി ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഈ വേരിയബിൾസ് തമ്മിൽ എന്തോരം ബന്ധം ഉണ്ടെന്ന് കാണിച്ചു തരും നമുക്ക് ഈ ലൈൻ. ഓക്കെ, ഇനി മെത്തേഡ് ഓഫ് ഡ്രോയിങ് റിഗ്രഷൻ ലൈൻ. രണ്ട് രീതിയിൽ റിഗ്രഷൻ ലൈൻ വരയ്ക്കാം. ഒന്ന് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡും ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് ഈസ് എൻ ഈസി മെത്തേഡ് ഫോർ ഒബ്റ്റെയിനിങ് റിഗ്രഷൻ ലൈൻ. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ഒറിജിനൽ ഡാറ്റ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് പേപ്പർ. കിട്ടിയുള്ള പോയിൻറ്റ്സ് ഒക്കെ ഗ്രാഫ് പേപ്പറിൽ വരയ്ക്കും. യൂഷ്വലി ഒറിജിനൽ ഡാറ്റ വെൻ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് ഗീവ്സ് ലൈക്ക് എ വേവ് ലൈക്ക് കർവ്. ഒരു വേവ് ലൈക്ക് കർവാണ് കാണിക്കുക.
ഇറ്റ് ഡെപ്പിക്സ് ദി ജനറൽ ടെൻഡൻസി ഓഫ് ദി ഡാറ്റ. എന്താ വേവ് ആവുന്നത്? അതിൻ്റെ സ്വഭാവം അതാണ്, അതുകൊണ്ടാണ് അത് വേവായിട്ട് കാണിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഈസ് ടേക്കൺ അലോങ് ദി ഹൊറിസോണ്ടൽ ആക്സിസ്. അതായത് എക്സ് എന്ന് വിചാരിക്കൂ. എക്സ് നമുക്ക് ഹൊറിസോണ്ടൽ എടുക്കാം, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നമുക്ക് വെർട്ടിക്കൽ എടുക്കാം, വൈയിൽ എടുക്കാം. We draw a smooth freehand line in such a way that it clearly indicates the tendency of data. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ലൈൻ വരയ്ക്കാം. അതുകൊണ്ട് ആ ലൈൻ എന്ത് കാണിക്കും? ആ ഡാറ്റയുടെ ടെൻഡൻസി കാണിക്കും. ദിസ് ലൈൻ ഈസ് ഫിറ്റഡ് മിയർലി ബൈ, ഈ ലൈൻ എങ്ങനെ വരയ്ക്കുക? മിയർലി ബൈ ഇൻസ്പെക്ഷൻ. ഞാൻ വെറുതെ വരയ്ക്കേണ്ടതാണ് ലൈൻ. ദർ ഇസ് നോ ഫോർമുല ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയൻ വേർ ബൈ ദി എഡിക്വസി ഓഫ് സച്ച് ലൈൻ ക്യാൻ ബി ജഡ്ജ്ഡ്. എന്തില്ല പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഫോർമുലൊന്നും ഇല്ല ഈ ലൈൻ വരയ്ക്കാനായിട്ടുള്ളത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ജഡ്ജ്മെൻറ്റ് ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിഷ്യൻ. ആ സ്റ്റാറ്റിസ്റ്റിഷ്യൻ എങ്ങനെ തോന്നുന്നു അങ്ങനെയാണ് ആ ലൈൻ വരയ്ക്കുക. കെയർ ഇസ് ടേക്കൺ ദാറ്റ് ദി ലൈൻ ആൻഡ് ദി ഫ്രീ ഹാൻഡ് കർവ് ബി ഡ്രോൺ ഇൻ സച്ച് എ ദാറ്റ് the area of the curve below and above the line are approximately equal. നമ്മൾ ഈ ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പോയിൻറ്റ്സ് മുകളിലും കിടക്കണം, കുറേ പോയിൻറ്റ്സ് താഴെയും കിടക്കണം. സച്ച് എ ലൈൻ വിൽ ഡിസ്ക്രൈബ് ദി ജനറൽ ടെൻഡൻസി ഓഫ് ഒറിജിനേറ്റ. അങ്ങനത്തെ ലൈന് മാത്രമേ ഈ ഡാറ്റയുടെ ടെൻഡൻസി പറയാൻ പറ്റൂ. അതിന് പറയുന്ന പേരാണ് റിഗ്രഷൻ ലൈൻ. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. പ്രൈസും സപ്ലൈയും തമ്മിലുള്ള ബന്ധമാണ് ആ രണ്ട് റോല് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ട, ദ ഫോളോയിങ് ആർ പ്രൈസസ് ഇൻ 1000 rupees ആൻഡ് കറസ്പോണ്ടിങ് സപ്ലൈ. അപ്പോൾ പ്രൈസിന് നമ്മൾ എന്തെടുത്തു? എക്സ് ആക്സിസിലെടുത്തു, സപ്ലൈനെ വൈ ആക്സിസിലെടുത്തു. എന്നിട്ട് ഓരോ പ്രൈസിനുള്ള 5 പ്രൈസ് ആകുമ്പോൾ സപ്ലൈ 60. ശരിക്കുള്ള ഡാറ്റ കിട്ടിയതാണ് കേട്ടോ. ഒരു പോയിന്റ് കിട്ടു. 10 സപ്ലൈ ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 72. നമ്മുടെ 10 പ്രൈസ് ആകുമ്പോൾ 72 സപ്ലൈ കിട്ടി. അപ്പോൾ ഓരോന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ ഗ്രാഫിൽ വരച്ചു. എന്നിട്ട് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു ലൈൻ വരയ്ക്കുന്നത്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടല്ല ഞാൻ ലൈൻ വരയ്ക്കുന്നത്. വരയ്ക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് പോയിന്റ് മേലെ നിൽക്കണം, കുറച്ച് പോയിന്റ് താഴെ നിൽക്കണം. ഇവിടെ ഇപ്പോൾ നോക്കുക, 1, 2 ഏറ്റവും അറ്റത്തൊരു പോയിന്റ്, 3 പോയിന്റ് മുകളിലും കിടക്കുന്നുണ്ട്, 1, 2, 3, 4 പോയിന്റ് താഴെയും കിടക്കുന്നുണ്ട്. കൃത്യമായിട്ട് എനിക്ക് മൊത്തം ഇപ്പോൾ 3, 3, 6, 7 പോയിൻ്റാണ് ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് ഡിവൈഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എങ്ങനെ വരച്ചാലും ഒരു 3 പോയിന്റ് മുകളിലും 4 പോയിന്റ് താഴെയും വരുന്ന രീതിയിൽ ഇത് വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ വരച്ചേക്കുന്നത് ഇതാ എത്രയാണ്? 60ൻ്റെ തൊട്ട് മുകളിൽ ലൈൻ വരച്ചപ്പോൾ 3 പോയിന്റ് മുകളിലും വന്നു. ആ വട്ടം നോക്കുക, 4 പോയിന്റ് താഴെ വന്നു. ഇങ്ങനെയാണ് ലൈൻ വരയ്ക്കുന്നത്. ആ ലൈനിനെ പറയുന്ന പേരാണ് റിഗ്രഷൻ ലൈൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് ഈക്വൽ ആയിട്ടുള്ള പോയിന്റ് മുകളിലും താഴെയും വരാൻ നോക്കുക. ഇനി മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് ഉണ്ട്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ഡ്രോയിങ് റിഗ്രഷൻ ലൈൻ ബൈ അപ്ലൈയിങ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറഞ്ഞാൽ എന്താ നോക്കാം. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ് ദാറ്റ് ദ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഷുഡ് ബി ഡ്രോൺ in such a manner that sum of squares of difference between known values of dependent variable and the corresponding values of it obtained from the line of best fit should be the least. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫിലുള്ള ഈ ക്വസ്റ്റിൽ തന്നിട്ടുള്ള പോയിൻറ്റ്സാണ് ഞാൻ ഈ y0 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തേക്കുന്നത്. കണ്ടിരുന്നില്ല, വട്ടങ്ങളൊക്കെ നമുക്ക് ഗ്രാഫിൽ കിട്ടിയിട്ടുള്ള പോയിൻ്റാണ്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു റിഗ്രഷൻ ലൈൻ വരച്ചു. വെറുതെ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനിൻ്റെ മുകളിലേക്കുള്ള പോയിൻറ്റിൻ്റെ ഇതിലേക്ക് ടച്ച് ചെയ്യുക. ആ y0 എന്ന് താഴത്തേക്ക് ആ ലൈനിൻ്റെ മുകളിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. എല്ലാ വട്ടത്തുനിന്നും ലൈനിൻ്റെ മുകളിലേക്ക് ലൈൻ വരയ്ക്കുമ്പോൾ കണ്ട ഡോട്ട് ഇട്ട് ഞാനൊരു ലൈൻ വരച്ചേക്കുന്നുണ്ടല്ലേ. ഇതിൻ്റെ സം ഓഫ് സ്ക്വയേഴ്സ്, ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ഈ y0 y-ൻ്റെയും ഡിഫറൻസ് ഉണ്ട്. മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗം കൂട്ടുമ്പോൾ എന്തായിരിക്കും? അത് മിനിമം ആയിരിക്കും. ആ മിനിമം ആയിട്ടുള്ള ലൈനാണ് നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുക. ദാറ്റ് ഈസ്, രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കി, സിഗ്മ y0 മൈനസ് y-e ഹോൾ സ്ക്വയർ ഷുഡ് ബി ദ ലീസ്റ്റ് വേർ y0 സ്റ്റാൻഡ് ഫോർ നോൺ. y0 പറഞ്ഞാൽ നോൺ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുള്ള y0 വാല്യൂസ് and the values of dependent variable and y-e stand for corresponding values of dependent variable obtained from the line. y-e പറഞ്ഞാൽ എന്താ? ലൈനിൽ കിട്ടിയിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പോൾ നമുക്കറിയാം മോൾ ഭാഗത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ആ മോൾ ഭാഗത്തെ ഡിഫറൻസും അതും താഴ്ഭാഗത്തെ ഡിഫറൻസ് കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ലല്ലോ ആവുക. അതാണ് പറയണത്. y0യും y-ൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൾഭാഗവും താഴ്ഭാഗം കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് ആവുക? അതൊക്കെ മൈനസ് ആക്കി പോവില്ലേ?
അപ്പോൾ അത് മിനിമം ആയിരിക്കണം, ഏറ്റവും കുറവായിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. അപ്പോൾ ഇന്ന് ഇത്ര മതി. ഓക്കെ, വിൽ ലേൺ ദ റെസ്റ്റ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.